കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എ സിയുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയായിട്ട് എ സി ജനറേറ്ററിൽ കൂടി എ സി പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ വാല്യൂ E=E0 sin ωt എന്നും I=I0 sin ωt എന്നും നമ്മൾ പറഞ്ഞ് നിർത്തിയിരുന്നു. ഇങ്ങനെ എ സിയുടെ അത് സൈനിൻ്റെ ഫങ്ഷനാണ്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. സൈനിൻ്റെ ഫങ്ഷനായിട്ടാണ് ഇത് വരുന്നത്. അതെങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. എ സിയുടെ ഒരു ഗ്രാഫ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടി ചേരുന്നതാണ് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഒരു ഫുൾ സൈക്കിൾ എന്ന് നമുക്കറിയാം. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെയും കൂടി ആവറേജ് വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദ ആവറേജ് വാല്യൂ ഓഫ് എ സി എന്തായിരിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആവറേജ് വാല്യൂ 0 ആണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതിൻ്റെ അകത്ത് ടെക്നിക്കലായിട്ട് ഒരു മീനിങ്ങുമില്ല. കാരണം എ സിയുടെ വാല്യൂ 0 ആണെങ്കിൽ നമ്മളത് കറണ്ട് ഷോക്ക് അടിക്കില്ലെന്നും അല്ലെങ്കിൽ അതിന് എഫക്റ്റ് ഇല്ലെന്നുമാണ് വരിക. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് എടുക്കുന്നു. പോസിറ്റീവ് നെഗറ്റീവിൻ്റെ ആവറേജ് എടുത്ത് 0 ആണ് അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നതിൽ മീനിങ് ഇല്ല. അതുകൊണ്ട് നമ്മൾ പുതിയ ഒരു കൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവരുന്നത്. എ സിയുടെ ആവറേജ് വാല്യൂവിനെ കുറിച്ച് പറയാനായിട്ട് RMS വാല്യൂ എന്ന് വരും. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്നാണ്. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അത് ഏതാണ്ട് ഒരു ഹാഫ് സൈക്കിളിൻ്റെ ആവറേജ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇതെടുക്കുക. ഇതിപ്പോൾ VRMS എന്നെടുക്കാം. ഇവിടെ VRMS അല്ലെങ്കിൽ IRMS എന്നെടുക്കാവുന്ന വാല്യൂ ആണ്. അപ്പോൾ ഇത് ഒരു ആവറേജ് വാല്യൂ ആണ് RMS വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RMS വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇതേ വാല്യൂ ഉള്ള എ സി ഇതേ വാല്യൂ ഉള്ള DC ഒരു റെസിസ്റ്ററിൽ കൂടി കടത്തിവിട്ട് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഹീറ്റിംഗ് എഫക്റ്റ് എത്രയാണെന്ന് നോക്കും. അതിനുശേഷം അത്രയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തുമാത്രം എ സി കടത്തിവിടണമെന്ന് നോക്കും. ആ വാല്യൂ ആണ് RMS വാല്യൂ എന്ന് പറയുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. RMS വാല്യൂ മെഷർ ചെയ്യുന്നത് ഒരു റെസിസ്റ്ററിൽ കൂടി അല്ലെങ്കിൽ ഒരു ഒപ്പോസിഷൻ ഓഫർ ചെയ്യുന്ന ഒരു കമ്പോണൻറ്റിൽ കൂടി കണ്ടക്ടർ ആവാം അല്ലെങ്കിൽ റെസിസ്റ്റർ ആവാം. ആ റെസിസ്റ്ററിൽ കൂടി നമ്മൾ DC കടത്തിവിടുന്നു. DC കടത്തിവിടുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഹീറ്റിംഗ് ഉണ്ടാകുന്നു. ആ ഹീറ്റിംഗ് ഉണ്ടാകാനായിട്ട് എന്തുമാത്രം എ സിയെ കടത്തിവിടണം എന്ന് നോക്കിക്കഴിയുമ്പോൾ ആ നേരത്തെ കടത്തിവിട്ട DCയുടെ വാല്യൂ തന്നെയായിരിക്കും ഈ RMS വാല്യൂ. അപ്പോൾ ഹീറ്റ് വെച്ചാണ് നമ്മൾ RMS വാല്യൂ മെഷർ ചെയ്തെടുക്കുന്നത്, DCയുമായിട്ട് കമ്പയർ ചെയ്ത്. ആ രീതിയിലാണ് RMS വാല്യൂവിനെ മെഷർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഹാഫ് സൈക്കിളിൻ്റെ ആവറേജ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആക്ച്വലി എ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് RMS വാല്യൂവിനെയാണ് നമ്മൾ പറയുക. അത് നമ്മൾ VRMS = V0/√2 എന്നും IRMS എന്ന് പറയുന്നതിനെ I0/√2 എന്നും നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഈ പീക്ക് വാല്യൂവിനെയാണ് V0 എന്ന് വിളിക്കുക അല്ലെങ്കിൽ I0 എന്ന് വിളിക്കുക. I0 or V0 എന്ന് നമ്മൾ എടുക്കുന്നത് പീക്ക് വാല്യൂവിനെയാണ്. VRMS = V0/√2, IRMS = I0/√2. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പീക്ക് വാല്യൂ എന്തായിരിക്കും? V0 യാതൊരു സംശയമില്ല, V0 VRMS × √2, I0 IRMS × √2 എന്നെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഫോക്കസ് ചെയ്താൽ VRMS V0/√2, അതുകൊണ്ട് തന്നെ V0 VRMS × √2. RMS വാല്യൂ നമ്മൾ 230 വോൾട്ട് നമ്മൾ പറയുന്നു. ലൈൻ വോൾട്ടേജ് 230 വോൾട്ട് അല്ലെങ്കിൽ 240 വോൾട്ട് എന്ന് പറയുന്നതാണ് ഈ RMS വാല്യൂ എന്ന് പറയുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എ സിയുടെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് V0 230 വോൾട്ട് എന്നാണ് എടുക്കുന്നതെങ്കിൽ 230 × √2 ഇത്രയും വാല്യൂ ആണ് വരുന്നത്. V0 √2ൻ്റെ വാല്യൂ നമുക്കറിയാം 1.412. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 324 വോൾട്ട് എന്ന് കിട്ടും. സിമ്പിളായിട്ട് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് എ സി വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ സപ്ലൈയിൽ ഏതാണ്ട് 324 വോൾട്ട് വരെ വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ RMS വാല്യൂ എന്ന് പറയുന്നത് 230 വോൾട്ട് മാത്രമാണ്.
അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വിച്ച് ഈസ് മോർ ഡേഞ്ചറസ് 230 വോൾട്ട് DC ഓർ 230 വോൾട്ട് AC എന്ന്. കാരണം 230 വോൾട്ട് DC എന്ന് പറഞ്ഞാൽ അത് 230 വോൾട്ട് മാത്രമേ ഉള്ളൂ, അത് സ്റ്റഡിയാണ്, അതിന് ഒറ്റ വാല്യൂ ഉള്ളൂ 230 വോൾട്ട് എന്ന്. എന്നാൽ 230 വോൾട്ട് AC എന്ന് പറയുമ്പോൾ അത് RMS വാല്യൂ ആണ്. നമ്മൾ 230 വോൾട്ട് എന്ന് പറയുക, 230 എന്ന് പറയുന്നത് RMS ആണ്. അതിൻ്റെ പീക്ക് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ V0 = VRMS × √2, പീക്ക് വാല്യൂ 324 വോൾട്ട് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 324 വോൾട്ടിൻ്റെ എഫക്റ്റിലുള്ള വോൾട്ടേജ് ആയിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുക. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്യുക. ഇനി AC-യെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഇനി മുമ്പോട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫേസർ ഡയഗ്രംസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഫേസർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, വെക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ, വെക്ടർ റെപ്രസെൻറ്റേഷനാണ്. ആ റൊട്ടേറ്റിംഗ് വെക്ടറിനെയാണ് ഒരു റൊട്ടേറ്റിംഗ് വെക്ടറായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇതിന് വോൾട്ടേജും കറണ്ടുമായിട്ട് IV എന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സിൻ്റെ ടേംസിൽ നമ്മൾ ഈ AC-യെ റെപ്രസെൻ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഫേസർ ഡയഗ്രം എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഫേസർ ഡയഗ്രം എന്ന് വിളിക്കും. ഫേസർ PHSOR, ഫേസർ ഡയഗ്രം അല്ലെ ഫേസറുകൾ. ഫേസർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് വെക്ടർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെക്ടർ ഡയഗ്രം ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ സിമ്പിളായിട്ടിത് ഡിറൈവ് ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ NCERT ഫേസർ ഡയഗ്രമാണ്. ഫേസറും വെക്ടറും ഒന്ന് തന്നെയാണ്. ഇത് നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ഫേസറിനെ കുറിച്ച് വേണമെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോഴെന്തായാലും വെക്ടർ റെപ്രസെൻറ്റേഷൻ, വെക്ടറും എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് വെക്ടർ തന്നെയാണ് ഫേസർ, അതുകൊണ്ട് രണ്ടും ഒന്ന് തന്നെയാണ്. വെക്ടർ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ AC കടന്നു പോകുന്നത് 3 കമ്പോണൻറ്റ് കൂടിയാണ്. എന്തായാലും AC കടന്നു പോകുന്നത് ഒന്നുകിൽ റെസിസ്റ്റർ ആയിരിക്കാം, സർക്യൂട്ടിൽ ഒരു റെസിസ്റ്ററിൽ കൂടി AC കടന്നു പോകാം. പിന്നെ AC കടന്നു പോകാവുന്ന മറ്റൊരു കമ്പോണൻ്റാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. പിന്നെ AC കടന്നു പോകാവുന്ന മറ്റൊരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇൻഡക്ടറാണ്. സോ ഒന്നുകിൽ AC കടന്നു പോകുന്നത് ഇൻഡക്ടർ കൂടിയായിരിക്കാം, അല്ലെങ്കിൽ റെസിസ്റ്റർ കൂടിയായിരിക്കാം, മറ്റൊന്ന് കപ്പാസിറ്റർ കൂടിയായിരിക്കാം. അപ്പോൾ AC കടന്നു പോകുന്ന എല്ലാ സർക്യൂട്ടുകളെന്ന് പറയുന്നത് ഒന്നുകിൽ റെസിസ്റ്റർ ആവാം, കപ്പാസിറ്റർ ആവാം, ഇൻഡക്ടർ ആവാം, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ ആവാം. ഇതല്ലാതെ മറ്റൊരു സാധനം നമുക്ക് AC അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ഭാഗങ്ങളിലില്ല. കാരണം ഒരു ബൾബെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു മിക്സി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഫാൻ എന്ന് പറയുന്നത് ഒരു കോയിലാണ്. അതിൻ്റെ അകത്ത് വേറെ കപ്പാസിറ്റർ അതിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ അത് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്, അപ്പോൾ റെസിസ്റ്ററാണ്. അപ്പോൾ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഇങ്ങനെ 3 സംഗതികളിൽ കൂടിയാണ് AC കടന്നു പോകുന്നത്. ഈ AC ഈ 3 കമ്പോണൻറ്റ് കൂടി കടന്നു പോകുമ്പോൾ അത് എങ്ങനെയാണ് ഈ കറണ്ടും വോൾട്ടേജും അതിൻ്റെ അകത്ത് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിനി സ്റ്റഡി ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ സർക്യൂട്ടുകൾ വരാം. Rഉം Cയും കൂടെ RC സർക്യൂട്ട്, Lഉം Cയും കൂടെ LC സർക്യൂട്ട്, LR സർക്യൂട്ട് വരാം. പിന്നെ ഇത് 3 കൂടി LCR സർക്യൂട്ട് വരാം. ഇത് 3 കൂടെ ഒന്നിച്ചുള്ള സർക്യൂട്ടുകൾ വരാം. അപ്പോൾ ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലും AC കടന്നു പോകുമ്പം കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. ആദ്യമായിട്ട് റെസിസ്റ്ററിൻ്റെ അകത്തുകൂടി AC കടന്നു പോകുന്നു. AC ത്രൂ എ റെസിസ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്ററിൽ കൂടി AC കടന്നു പോകുമ്പോൾ ഇവിടെ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിൽ കൂടിയാണ് കടന്നു പോകുക. അതായത് E E0 sin ωt എന്നും I I0 sin ωt എന്നുള്ള ഇക്വേഷനുമായിട്ട് AC ഇതിലേക്ക് കടന്നു പോകും. അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ ഈ ഡോട്ടഡ് ലൈൻ ഇട്ടിരിക്കുന്നത് കറണ്ടായിട്ട് എടുത്താൽ I എന്നും ഇതിനെ V എന്നും എടുത്താൽ V എന്ന് പറയുന്നത് E എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. വോൾട്ടേജിനെയും കറണ്ടിനെയും നമ്മൾ V എന്നോ E എന്നോ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ VRMS എന്ന് പറയുന്നതിന് ERMS എന്ന് പറയും. അപ്പോൾ E E0 sin ωt എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ E എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ V എന്ന് എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ E എന്നെടുക്കാം, ഇവിടെയും E0 എന്നെടുക്കാം. മുമ്പോട്ട് നമ്മൾ ഈയുടെ ടേംസിലാണ് പറയുന്നത് വോൾട്ടേജിനെ. E എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ആണെന്നും I എന്ന് പറയുന്നത് കറണ്ട് ആണെന്നും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് ഒരു റെസിസ്റ്ററിൽ കൂടി വോൾട്ടേജും കറണ്ടും കടന്നു പോകുന്നതിൻ്റെ ഒരു ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ്, ഒന്നിച്ച് തുടങ്ങുന്നു, ഒന്നിച്ച് 90 ഡിഗ്രി പൂർത്തിയാകുന്നു, വീണ്ടും 180 ഡിഗ്രിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ
π/2 π അങ്ങനെയുള്ള രീതിയിൽ ഇത് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഇത് തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആംപ്ലിറ്റ്യൂഡിൻ്റെ അകത്തുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാൽ ലാഗിങ്ങോ ലീഡിങ്ങോ ഒന്നുമില്ല. അതായത് ഒന്നിൻ്റെ മുമ്പിൽ കയറി പോവുകയോ ഒന്ന് പുറകിലായി പോവുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിലാണ്. ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരേ ഫേസിലാണ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ആംഗിളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നിച്ച് പോകുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് നമ്മൾ വെക്ടോറിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ വോൾട്ടേജും കറണ്ടും ഇത് വെക്ടർ, ഇത് കറണ്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ വോൾട്ടേജ് അതേ ഫേസിൽ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് ഇ എന്ന് എഴുതാനായിട്ട് സാധിക്കും. വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിലാണ്, ഒരേ ലൈനിലുള്ള രണ്ട് വെക്റ്റേഴ്സായിട്ട് നമുക്കിവിടെ ഡിനോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിലല്ല ഇൻറ്റൻസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകും, പക്ഷേ രണ്ടും ഒരേ ഫേസിൽ ഇതിലെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒരു റെസിസ്റ്ററിൽ കൂടിയുള്ള എ സിയുടെ കടന്നു പോകൽ. ഇനി അടുത്തായിട്ട് നമ്മളൊരു ഇൻഡക്ടറിൽ കൂടി എ സി കടന്നു പോകുന്നതിന് കണക്കാക്കുക. എ സി ത്രൂ ആൻ ഇൻഡക്ടർ. ഈ വരച്ചിരിക്കുന്ന എ സി കൊടുത്തിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇൻഡക്ടർ. ഇതുപോലെ തന്നെ E0 sin ωt I0 sin ωt ഇതിലെ കടന്നു പോകും. ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ഇൻഡക്ടറിൽ കൂടി വോൾട്ടേജ് കടന്നു പോകുന്നു എന്ന് പറയുമ്പം E0 sin ωt എന്നാണ്. അപ്പോൾ ഈ ഇൻഡക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF അതിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF L di/dt. അപ്പോൾ L di/dt തന്നെയാണ് ഇൻഡ്യൂസ് EMF L di/dt. അപ്പോൾ ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. L di/dt E0 sin ωt എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൂഫിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, ഫൈനൽ ആൻസർ മതി. അതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് I ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ I E0/L omega ഇൻറ്റു സൈൻ ωt പ്ലസ് π/2 എന്ന് കിട്ടും. അത് E0/L omega എന്ന് പറയുന്നതിനെ I0 എന്നെടുത്തു കഴിഞ്ഞാൽ I I0 സൈൻ ωt പ്ലസ് π/2 എന്നെഴുതാനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും കുറഞ്ഞതിൻ്റെ ഫൈനൽ ആൻസർ എങ്കിലും ഓർത്തിരിക്കുക. E0 sin ωt ഇത് ഫസ്റ്റ് ഇക്വേഷൻ, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. കറണ്ടിൻ്റെ ഇക്വേഷൻ I0 sin ωt പ്ലസ് π/2. സോറി, കറണ്ട് ഇൻഡക്ടറിലാണ്. ഇൻഡക്ടറിലായതുകൊണ്ട് ഇത് മൈനസാണ് വരുന്നത് കേട്ടോ. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മൈനസാണ് വരിക, പ്ലസ് അല്ല. ഒരു എഴുതിയിട്ടുണ്ടായ മിസ്റ്റേക്കാണ്. കറണ്ട് ഇത് സോൾവ് ചെയ്യുമ്പോൾ മൈനസ് π/2 എന്നാണ് കിട്ടുക. ഇപ്പോൾ കറണ്ട് ലാഗ് ചെയ്യുകയാണ്. കറണ്ട് π/2 പുറകിലാണ്. വോൾട്ടേജ് E0 sin ωt കറണ്ട് sin ωt മൈനസ് π/2 ആയിട്ടാണ് വരിക. ഇതിനേക്കാൾ മൈനസ് π/2 പുറകിൽ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ ഇത് വോൾട്ടേജ് E0 sin ωt എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ഇതിൻ്റെ പിറകിലാണ് കറണ്ട് വരിക. കറണ്ട് അതിനെ ലാഗ് ചെയ്യുന്നു, കാരണം π/2 പുറകിലാണ്. അതായത് ഇങ്ങനെയാണ് വരുന്നത്. കറണ്ട് പുറകിൽ 90 ഡിഗ്രി ലാഗ് ചെയ്താണ് വരുന്നത് എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് I എന്ന് കൊടുക്കാം. ഇത് ആദ്യത്തേത് ഇയും ഈ ഡോട്ടർ ലൈൻ ഐയുമായിട്ട് വരും. ഈ ഇക്വേഷൻ ക്ലിയർ ആണ്. വോൾട്ടേജ് E0 sin ωt, കറണ്ട് I0 sin ωt മൈനസ് π/2. കറണ്ട് പിറകിൽ നിൽക്കുന്നു, ωt π/2 പുറകിൽ നിൽക്കുന്നു, 90 ഡിഗ്രി പിറകിലാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും തമ്മിൽ 90 ഡിഗ്രിയുടെ അല്ലെ π/2 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഇൻ ഫേസിലല്ല, 90 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ്. വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്ത് പോകുന്നു, മുമ്പിൽ കയറി പോകുന്നു. അല്ലെങ്കിൽ കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു, π/2 ഡിഗ്രി ലാഗ് ചെയ്യുന്നു, പിറകിലാണ്.
അതൊരു വെക്ടോറിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് കറണ്ടിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് നേരത്തെ വരച്ച പോലെ ഐ എന്നും, വോൾട്ടേജിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുത്താൽ വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? കറണ്ടാണ് പുറകിൽ നിൽക്കുന്നത്, അതുകൊണ്ട് വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു. അത് വെക്ടോറിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിനെ ഇ എന്ന് നമ്മൾ കൊടുത്തു. ഇത് നമ്മളുടെ ആംഗിൾ π/2. അതാണ് ഈ ഇക്വേഷനിൽ എഴുതിയിരിക്കുന്നത്. വോൾട്ടേജ് കറണ്ട് പിറകിൽ നിൽക്കുന്നു, വോൾട്ടേജ് 90 ഡിഗ്രി ലീഡ് ചെയ്ത് പോകുന്നു. ഇതാണ് ഒരു ഇൻഡക്ടറിൻ്റെ അകത്തുകൂടി എ സി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട്. അപ്പോൾ ഈ ഡെറിവേഷനിലേക്ക് നിങ്ങൾ അത്ര പിന്നെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഈ പോയിൻ്റ് ഓർത്തിരിക്കുക. E0 sin ωt, I0 sin ωt മൈനസ് π/2. കറണ്ട് ലാഗ് ചെയ്യുന്നു, വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് മുമ്പോട്ട് കാര്യങ്ങൾ പോകേണ്ടത്. അപ്പോൾ വെക്റ്റർ ഡയഗ്രം ഈ വിധത്തിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഇൻഡക്ടർ എ സി ഒപ്പോസ് ചെയ്യും. എ സി ഒപ്പോസ് ചെയ്യുന്ന ആ ഒപ്പോസിഷനെ നമ്മൾ റിയാക്റ്റൻസ് എന്നാണ് വിളിക്കുക. എല്ലാ റെസിസ്റ്റർ ഒപ്പോസ് ചെയ്യുന്നതിന് നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയും. പക്ഷേ ആ വേർഡിനി നമുക്ക് മുമ്പോട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം റെസിസ്റ്ററിൻ്റെ ഒപ്പോസിഷന് റെസിസ്റ്റൻസ് എന്ന് വിളിച്ചു പോയി. ഇനി മുമ്പോട്ട് നമ്മൾ കപ്പാസിറ്റർ, ഇൻഡക്ടർ ഇവ കൊടുക്കുന്ന ഒപ്പോസിഷനെ നമ്മൾ അതുകൊണ്ട് തന്നെ റിയാക്റ്റൻസ് എന്നാണ് വിളിക്കുക. റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഇവയൊക്കെ കൊടുക്കുന്ന ഒപ്പോസിഷനെ വിളിക്കുന്ന പേരാണ് റിയാക്റ്റൻസ്. ഇവിടുത്തെ റിയാക്റ്റൻസിനെ നമ്മൾ എക്സൽ എന്ന് വിളിക്കും. എക്സൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാണ് ഇതിനെ വിളിക്കുക. വേറൊന്നുമില്ല, ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷനെയാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അഥവാ എക്സൽ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ വാല്യൂ ωL എന്നാണ്. ഓർ എക്സൽ ഈസ് ഈക്വൽ ടു ഒമേഗയുടെ വാല്യൂ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ പഠിക്കുന്നതാണ്. ഒമേഗയുടെ വാല്യൂ 2πf എന്നാണ്. സോ 2πfL. ഇതാണ് ഇൻഡക്ടറിൻ്റെ അകത്തോടെ എ സി കടന്നു പോകുമ്പോൾ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷൻ, ഇൻഡക്ടർ കൊടുക്കുന്ന പ്രതിരോധം അല്ലെങ്കിൽ ഇൻഡക്ടർ കൊടുക്കുന്ന എതിർപ്പ് അല്ലെങ്കിൽ ഒപ്പോസിഷനാണ് വാല്യൂ ആണ് എക്സൽ ഈസ് ഈക്വൽ ടു ωL അല്ലെങ്കിൽ 2πfL എന്ന്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻഡക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി കപ്പാസിറ്ററിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് കപ്പാസിറ്ററിൻ്റെ കാര്യവും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇൻഡക്ടറിൻ്റെ സ്ഥാനത്ത് ഒരു കപ്പാസിറ്റർ ആണെങ്കിൽ എ സി ത്രൂ എ കപ്പാസിറ്റർ, കപ്പാസിറ്റർ കൂടി എ സി കടന്നു പോകുന്നു. ഇവിടെ E ഈസ് ഈക്വൽ ടു E0 sin ωt എന്ന് നമ്മളെടുത്തു. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു Q/C എന്നാണ്. വോൾട്ടേജിൻ്റെ സ്ഥാനത്താണ് നമ്മൾ E എന്ന് കൊടുക്കുന്നത്. സോ E ഈസ് ഈക്വൽ ടു Q/C എന്ന് കൊടുക്കാം. അതുകൊണ്ട് ഇവിടുത്തെ നമുക്ക് Q/C എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q/C ഈസ് ഈക്വൽ ടു E0 sin ωt. Q/C ഈസ് ഈക്വൽ ടു E0 sin ωt കൊടുക്കാം. സോ Q ഈസ് ഈക്വൽ ടു C അപ്പുറത്തോട്ട് പോയാൽ C E0 sin ωt എന്ന് എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ കറണ്ട് I ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്കറിയാം dQ ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ് കറണ്ട് I. സോ I ഈസ് ഈക്വൽ ടു dQ ബൈ dt ഓർ I ഈസ് ഈക്വൽ ടു d ബൈ dt ഓഫ് C E0 sin ωt. ഡിഫറൻഷ്യലാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഡിഫറൻസിയേഷനൊക്കെ പഠിച്ച് കാണും. അപ്പോൾ I ഈസ് ഈക്വൽ ടു ഡിഫറൻസിയേഷൻ റിസൾട്ടായി I ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു C ഒമേഗ കോസ് ωt. സൈനിൻ്റെ ഡിഫറൻഷ്യൽ കോസ് ωt എന്ന് കിട്ടും. മറ്റൊരു ടേംസിലേക്ക് നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ I ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ 1/C ഒമേഗ ഇൻറ്റു സൈൻ ωt പ്ലസ് π/2. കോസ് ωtനെ മാറ്റി എഴുതുകയാണ് സൈൻ ωt പ്ലസ് π/2 എന്ന്. C ഒമേഗ എന്നുള്ളതിന് 1/C ഒമേഗ എന്ന് എഴുതുക. മുകളിലോട്ട് പോകുമ്പോൾ C ഒമേഗ എന്ന് തന്നെയാവും. കോസ് ωtനെ മാറ്റി സൈൻ ωt പ്ലസ് π/2 എന്ന് എഴുതി. ഈ E0 ബൈ 1/C ഒമേഗ എന്നുള്ളതിനെ E0 ബൈ 1/C ഒമേഗ എന്ന ടേമിനെ ഞാൻ I0 എന്ന് വിളിച്ചാൽ നമുക്ക് ഈ ഇക്വേഷനെ I ഈസ് ഈക്വൽ ടു I0
സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് വിളിക്കാനായിട്ട് സാധിക്കും, എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 കാണുന്നത് വോൾട്ടേജാണ്. വോൾട്ടേജ് E=E0 സൈൻ ഒമേഗ ടി. ഇക്വേഷൻ നമ്പർ 2 കാണുന്നത് കറണ്ടാണ്. I=I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഇത് ക്ലിയറാണ്. നമ്മളിനി ഈ ഡെറിവേഷൻ അത്ര കണ്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ പഠിക്കേണ്ടെന്നല്ല, പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിച്ചതാണ്, നല്ല ഡിഫറൻഷ്യൽ എഴുതിയെടുത്താൽ മതി. എന്തായാലും നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ 1 ഉം 2 ഓർത്തിരിക്കുക. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഇക്വേഷൻസ്. E=E0 സൈൻ ഒമേഗ ടി, I=I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഇതെങ്ങനെയാണ് വന്നതെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2, ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് പൈ ബൈ 2 മുമ്പിലാണ്. വോൾട്ടേജ് E0 സൈൻ ഒമേഗ ടി എന്നേ ഉള്ളൂ. കറണ്ട് പക്ഷേ I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്നുണ്ട്. അപ്പോൾ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ പൈ ബൈ 2. അപ്പോൾ പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്, ദ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ പൈ ബൈ 2, ഓർ ഇൻ അതർ വേർഡ്സ് ദ വോൾട്ടേജ് lags behind the current by an angle 90 or pi by 2. അതാണ് ഇതിൻ്റെ അർത്ഥം. വോൾട്ടേജ് പൈ ബൈ 2 മുമ്പിലാണ്. മറ്റേ ഇൻഡക്ടറിന് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. ഇനി ഇതിൻ്റെ ഒരു വെക്ടർ റെപ്രസെൻറ്റേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഇത് കറണ്ട് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. വോൾട്ടേജ് കറണ്ടിനേക്കാൾ പൈ ബൈ 2 പുറകിലാണെന്നാണ് പറയുക, അല്ലേ? അതുകൊണ്ട് നമ്മളിത് താഴോട്ട് വരച്ച് കാണിക്കാം. ലീഡ് ചെയ്യുന്നതിനെ മുകളിലോട്ടും ലാഗ് ചെയ്യുന്നതിനെ താഴോട്ടും വരയ്ക്കും. ഇപ്പോൾ ഇവിടെ വോൾട്ടേജാണ് ലാഗ് ചെയ്യുന്നത്. സോ ഇതായി കറണ്ട് ലീഡ് ചെയ്യുന്നു, മുമ്പിലാണ്. വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു, പുറകിലാണ്, 90 ഡിഗ്രി അല്ലെ പൈ ബൈ 2. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. ഇവിടെയും കപ്പാസിറ്റർ ഒപ്പോസിഷൻ ഓഫർ ചെയ്യും. കപ്പാസിറ്റർ ഈ എ സി ഒപ്പോസ് ചെയ്യും. ആ ഒപ്പോസിഷനെ നമ്മൾ വിളിക്കുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്നാണ്. അപ്പുറത്ത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിച്ചു, ഇവിടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. Xc=1/ωc എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ Xc= ഒമേഗയുടെ വാല്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Xc= ഒമേഗയുടെ വാല്യൂ 2πf. സോ 1/2πfc. ഇതാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ. അപ്പോൾ എ സി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്, എ സി ഒരു റെസിസ്റ്ററിൽ കൂടി കടന്നു പോകുമ്പോൾ ഇൻ എ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട്, വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ്. ഇൻ ദി കേസ് ഓഫ് ആൻ ഇൻഡക്ടർ, വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ ആൻ ആംഗിൾ പൈ ബൈ 2. ആൻഡ് ദി കേസ് ഓഫ് എ capacitive circuit, voltage lags behind the current by an angle pi by 2. ഇനി ഇതിൻ്റെ കോമ്പിനേഷണൽ സർക്യൂട്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ വെക്റ്റർ ഡയഗ്രം മാത്രം ഞാൻ വരച്ചങ്ങ് പോവാം. നിങ്ങൾക്ക് LCR സർക്യൂട്ട് മാത്രമാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് പറയുന്നത്. ബാക്കി അതിൻ്റെ ഇടയ്ക്കുള്ള സർക്യൂട്ടുകൾ വന്നാൽ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ എഴുതിക്കോളും എന്നുള്ള സങ്കല്പത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സർക്യൂട്ട് റെസിസ്റ്റർ ആൻഡ് ഇൻഡക്ടർ, ഇതിനകത്തൂടെ നമ്മൾ എ സി കടന്നു പോകുന്നു. LR സർക്യൂട്ട്, ഒരു LR സർക്യൂട്ടിൽ കൂടി എ സി കടന്നു പോയാൽ റിസൾട്ടൻ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. വെക്റ്റർ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. ഒരു വെക്റ്റർ വരച്ചു, ഇവിടെ കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. റെസിസ്റ്ററിൽ കൂടിയും ഇൻഡക്ടറിൽ കൂടിയും കറണ്ട് കടന്നു പോകുന്നു. അപ്പോൾ റെസിസ്റ്ററിൽ കൂടി കടന്നു പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ I എന്നും, ഇതിൽ കൂടി കടന്നു പോകുന്ന റെസിസ്റ്ററിൽ കൂടി കടന്നു പോകുന്ന വോൾട്ടേജ് നമ്മൾ VR എന്നും കൊടുത്തു. അവിടെ ഇൻഫേസ് ആണ്, വോൾട്ടേജും കറണ്ട് ഇൻഫേസ് ആണ്. ഇനി ഇൻഡക്ടറിൽ കൂടി കടന്നു പോകുന്ന വോൾട്ടേജോ, വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ ആൻ ആംഗിൾ പൈ ബൈ 2. ഇൻഡക്ടറിൽ വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യും എന്നുള്ളതുകൊണ്ട് നമുക്കിത് മുകളിലോട്ട് വരച്ചാൽ മതി. ഇതിനെ ഞാൻ VL എന്ന് എഴുതി. ഇപ്പോൾ കുറച്ച് മുമ്പ് എഴുതിയപ്പം E എന്നും E0 എന്ന് എഴുതി. ഇവിടെ ഞാൻ V എന്നും VR എന്നും എഴുതി, VL എന്നും VR എന്നും എഴുതി. അപ്പോൾ ഇത് ER എന്നും EL എന്നും എഴുതാൻ കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ V എന്നായിരിക്കും എഴുതാം. Vയും Eയും മാറി മാറി എഴുതും, രണ്ടും ഒന്ന് തന്നെയാണ്.
വി എന്നും ഇ എന്നും ഡിനോട്ട് ചെയ്യുന്നത് വോൾട്ടേജിനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു LR സർക്യൂട്ടിൻ്റെ വെക്ടർ ഡയഗ്രമായി വരച്ചിരിക്കുന്നത് റെസിസ്റ്ററിൽ കൂടി വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിലാണ്. അതുകൊണ്ട് കറണ്ട് വോൾട്ടേജ് രണ്ടും കൂടെ വരച്ചു. ഈ കറണ്ട് ഇവിടെ രണ്ടിനും കോമൺ ആണ്. റെസിസ്റ്ററിനും ഇൻഡക്ടറിനും കോമൺ ആയിട്ട് ഈ I വരച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻഡക്ടറിലെ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ ആൻ ആംഗിൾ π/2. അതുകൊണ്ട് VL മുകളിലോട്ടായിട്ട് 90 ഡിഗ്രി വരച്ചിരിക്കുക. ഇതാണ് ഇവിടുത്തെ ഒരു വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും എഫക്റ്റീവ്നെസ്. ഇനി ഇതിൻ്റെ റിസൾട്ടൻ്റ് കാണാനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഇതുപോലെ പാരലോഗ്രാം വരച്ച് അതിൻ്റെ റിസൾട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൻ്റെ നെറ്റ് എഫക്റ്റ് കാണാനായിട്ട് സാധിക്കും. ഈ വിധത്തിൽ നമുക്കൊരു LR സർക്യൂട്ടിൻ്റെ റിസൾട്ട് കാണാം. ഇനി ഇത് നേരെ എല്ലിൻ്റെ സ്ഥാനത്ത് C ആണെങ്കിലോ നേരെ താഴോട്ട് വരും, അത്രയേ ഉള്ളൂ. അതായത് റെസിസ്റ്ററിൻ്റെ അത് രണ്ടും ഇൻ ഫേസിലാണ്, അങ്ങനെ തന്നെ പോകും. കപ്പാസിറ്ററിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും കപ്പാസിറ്ററിൽ വോൾട്ടേജ് ലാഗ്സ് ദ കറണ്ട് ബൈ ആൻ ആംഗിൾ π/2. അതുകൊണ്ട് ഇവിടെ VC എന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇനി ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുത്ത് കണ്ടുപിടിച്ചാൽ മതി ആവശ്യമനുസരിച്ച്. അങ്ങനെ ഒരു കോമ്പിനേഷൻ സർക്യൂട്ടുകൾ നമുക്ക് എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ LCR സർക്യൂട്ട്, ഇത് മൂന്നുമുള്ള സർക്യൂട്ട്, L, ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ, മൂന്നുമുള്ള LCR സർക്യൂട്ട് കൂടി AC കടന്നു പോകുമ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എന്താണ് എന്ന് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അടുത്തതായിട്ട് കണ്ടുപിടിക്കണം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.